വഖഫ് ബില്ലിൽ വിവാദ പ്രസ്താവനയുമായി ബീഹാർ ഉപമുഖ്യമന്ത്രി വിജയ് കുമാർ സിൻഹ ബിൽ അംഗീകരിക്കാത്തവർ രാജ്യദ്രോഹികളെന്നാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത്. എതിർക്കുന്നവരെ ജയിലിൽ അടയ്ക്കുമെന്നും ബീഹാർ ഉപമുഖ്യമന്ത്രി പറയുന്നു. സ്വാതി ലൈനിലുണ്ട് എന്നാണ് വിചാരിക്കുന്നത്. സ്വാതി, എന്താണ് ബീഹാർ ഉപമുഖ്യമന്ത്രി പറയുന്നത്? വിനിഷ, ഈ മുസ്ലിം വിരുദ്ധ വഖഫ് ബില്ലിനെതിരെയായിട്ടുള്ള പ്രതിഷേധം ശക്തമാകുന്നതിന് പിന്നാലെ ഇതിനെതിരെ എല്ലാ മുസ്ലിം സംഘടനകളടക്കം രംഗത്തൊന്നതിന് പിന്നാലെയാണ് ബീഹാറിൽ ഉപമുഖ്യമന്ത്രിയും BJPയുടെ മുതിർന്ന നേതാവുമായിട്ടുള്ള വിജയ് കുമാർ സിൻഹ ഇത്തരത്തിലൊരു വിവാദ പ്രസ്താവന നടത്തിയിട്ടുള്ളത്. ഈ മുസ്ലിം വിരുദ്ധ വഖഫ് ബില്ലിനെതിരെ പ്രതിഷേധിക്കുന്നവരെല്ലാം രാജ്യദ്രോഹികളായി മുദ്ര കുത്തുന്ന ഒരു സമീപനമാണ് അദ്ദേഹത്തിന്റെ പരാമർശത്തിൽ നിന്നും വ്യക്തമാകുന്നത്. ഇങ്ങനെ പ്രതിഷേധിക്കുന്നവരും അല്ലെങ്കിൽ ഈ ബില്ലിനെതിരെ ഭീഷണി ഉയർത്തുന്നവരും രാജ്യദ്രോഹികളായി കണക്കാക്കുമെന്നും അവരെയെല്ലാം ജയിലിൽ അടയ്ക്കുമെന്നുമാണ് ഈ വിജയ് കുമാർ സിൻഹ പറഞ്ഞു വെക്കുന്നത്. മാത്രമല്ല, ഇത് പാകിസ്ഥാനല്ല, ഹിന്ദുസ്ഥാനാണെന്നും ഇവിടെ ഭരിക്കുന്നത് നരേന്ദ്രമോദിയാണെന്നും മന്ത്രി ഭീഷണിപ്പെടുത്തുന്നുണ്ട്. ബീഹാറിൽ വലിയ തരത്തിലുള്ള പ്രതിഷേധങ്ങൾ ഇതിനെതിരെ ഉയരുന്ന സാഹചര്യത്തിൽ നേരത്തെ സൂചിപ്പിച്ച പോലെ ഇന്ത്യ സഖ്യകക്ഷികൾക്ക് ഇടയിൽ വരെ വലിയ ഭിന്നത നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് മന്ത്രിയുടെ ഈ വിവാദ പ്രസ്താവന എന്നുള്ളതും ഏറ്റവും ശ്രദ്ധേയമാണ്. വിനിഷ. ശരി, സ്വാതിയാണ് ഈ രണ്ട് വാർത്തയുടെയും വിശദാംശങ്ങൾ പങ്കുവച്ചത്. വഖഫ് ബില്ലിൽ വിവാദ പ്രസ്താവനയുമായി ബീഹാർ ഉപമുഖ്യമന്ത്രി വിജയ് കുമാർ സിൻഹ ബിൽ അംഗീകരിക്കാത്തവർ രാജ്യദ്രോഹികൾ എന്നാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത്. എതിർക്കുന്നവരെ ജയിലിൽ അടയ്ക്കുമെന്ന ഒരു പ്രസ്താവനയും കൂടെ അദ്ദേഹത്തിന്റെ ഭാഗത്തുണ്ടാകുന്നു. സ്വാതി സന്തോഷാണ് വിശദാംശങ്ങൾ പങ്കുവച്ചത്.